Hi everybody, this is Shweta. My name is Inder and welcome to our channel. So we are going to start the reactions of movie Ront. So let's watch. Let's watch it. Jungly Pictures with Jungly Girl. I would say meow. Sir. ഇവിടെ ഇത്ര സർവീസ് ആയില്ലേ എനിക്കും കൂട്ടുന്നില്ല അതുകൊണ്ട് സാർ ഈ കൊലക്കേസിൽ എന്നെ പെടുത്താന്ന് കരുതാൻ വേണ്ട. Culprit in the murder case. പറ്റുമെങ്കിൽ എന്നെ ഇതിനകത്ത് ഒഴിവാക്കി തരാം. He is under investigation. अरे बाबा മരത്തിന് മേളിൽ കുഴഞ്ഞ ചാരണ്ടോ നോക്കി കണ്ടോ? അച്ഛ പറഞ്ഞില്ലേ കാണിച്ചു തരാന്ന്. അപ്പൊ നീ രാവിലെ അച്ഛ വരുമ്പോ മുള്ളിക്ക് എന്താ വാങ്ങിക്കൊണ്ട് വരണ്ടേ? കൂട് വേണം. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പി വേണം. ഇറങ്ങുന്ന സ്റ്റാർ വാങ്ങിക്കൊണ്ട് വരാം. കുറേച്ചേരം തപ്പി ഞങ്ങള് കുറച്ചു ദൂരം അങ്ങ് പോയി. ആണോ? കണ്ടോ? എവിടെ പോയതാ? പോ. ഹലോ, അത് കുഴപ്പമില്ല സാറേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റിലങ്ങ് എത്തും. പോട്ടെ മോളൂ. കുഞ്ഞിന് വേണ്ട, ചെറിയൊരു പനി ഉണ്ടായിരുന്നു സാറേ. ഞാൻ ഡ്യൂട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അവക്കൊരു PSC ടെസ്റ്റ് ഉണ്ട്. കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയാമല്ലോ, അവളുടെ സ്വഭാവം അറിയാവുന്നല്ലോ. കുഴപ്പമില്ല സാർ. വന്നോ ഡ്യൂട്ടി മേടിക്കാം. ഡ്യൂട്ടി ബുക്ക് വെച്ചേക്കാം. സാറേ, ഞങ്ങളാണ് ഇന്ന് പാറാവ്. പൊടിയന്മാരൊന്നും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ സാറേ. സാറാ ഓഫീസർ, നേരിട്ട് അങ്ങ് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഞങ്ങളെങ്ങാനും പറഞ്ഞ അയാൾ കുടിക്കാത്തവന്മാരെ കൂടെ കുടിപ്പിച്ചിവിടെ കൊണ്ടുവന്നത്. നൈറ്റ് ടേക്കിങ്ങിന്റെ ഓഫീസേഴ്സ് സെറ്റ് വിളിക്കണമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞേക്കണേ. സാറേ എടാ എളിച്ചുണ്ടോ അത് കണ്ടില്ല. എടാ ഇന്നൊരു 18 പറഞ്ഞതല്ലേ? ആ അതിന്റെ കോളത്തിലെ കളി
I think it's the backstory behind the current investigation. അവള് ദേടാ മീൻകറി വെച്ചോണ്ടിരിക്കുവാന്നേ. ഇത് നിരത്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങി. യോണച്ചാ വരുവാ. ഈ പാതിരാത്രിക്ക് ഇവിടെ ആരാ നിങ്ങളെ വിളിക്കാൻ? Oh. ഇവിടെ നിങ്ങളെ വിളിക്കുന്നത് അവിടെ വേറെ പോലീസുകാരൊന്നുമില്ലേ? സർക്കാരിന്റെ ഫോണല്ലേ, നാട്ടുകാർ ആവശ്യമായിട്ടില്ലല്ലേ വിളിക്കേണ്ടത്. ചെയ്താ എന്റെ ഫോൺ ഇത് നോക്ക്. अरे बाबा अरे बाबा ഇതിന് കൂടുതൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണം. പിടിച്ചേക്കുന്നു. പിന്നെ അവിടെ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 8 മണിക്ക് തന്നെ എടുത്ത് കഴിക്കണം കേട്ടോ. നീ ആ ഫോൺ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോവാം. Okay, go. ചേട്ടാ തുണി എടുത്തൊന്ന് വിരിച്ചേക്കണം കേട്ടോ. എടാ ഒരുപാട് മറ്റാത്ത പരിപാടിയാണല്ലേ. നിനക്ക് എപ്പോഴുള്ള ഡ്യൂട്ടി സമയത്ത് പോസ്റ്റ് ആക്കിട്ട് പോകുന്നു സ്വന്തം പരിപാടി എടുത്തേക്കുന്നുള്ളൂ. പിന്നെ പരിപാടി ഉണ്ടായി. നിന്റെ ഭാര്യ ഇരുമിഷൻ ഇട്ടാണ് നടക്കുന്നത്. പറഞ്ഞോ. അതേ ഉള്ളൂ, പലിറ്റുള്ളൂ. അതെ എപ്പോഴും തരത്തില്ല. പരമാവധി പിടിച്ചോ കേട്ടോ. मस्त है यार, it's very good. കേൾക്കാനല്ലേ വെച്ചിരിക്കും. ഇച്ചിരി ഒച്ച കൂട്ടിയതെന്താ? पुलिस के ऊपर है पूरा लाइट उड़ता है. ഹലോ സാറേ എന്താ തീറ്റ നാളെ എത്ര മണിക്ക്? Nice, huh? പിന്നെ ആരെങ്കിലും എടുക്കും, വണ്ടി എടുക്കും. Lottery ticket. ലക്ഷണമാണ് ലോട്ടറി എടുപ്പ്. അച്ഛൻ 20 മാർക്ക് സാർ. Yeah, if we win then. ടെസ്റ്റ് എടുക്കണോ? എടുത്തോ. Wow, nice place. इधर पेट्रोलिंग करने वाले तो राइडिंग वाला हिसाब है. कौन सा प्लेस है ये? Like where it is? Clear ആ? എടാ. ഒരു വൈറ്റ് ഷർട്ട്. അവരുണ്ടായിരുന്നു. എന്ന് എടുക്കേണ്ടെന്ന് പറഞ്ഞ അജീത്തിന് എത്രയാ? 150. നല്ലതാണ്. ശരി അപ്പൊ വണ്ടി പാടില്ലെന്നല്ലേ? ഇത് കുരിശൊന്നുമല്ലോ, സ്റ്റാറല്ലോ. അതിങ്ങനെ മതോരോ. ഇപ്പൊ നിന്റെ കയ്യിലെ ചരടോ
സ്റ്റാൻഡിലേക്ക് പോകല്ലേ? ഈ വണ്ടി വിടറാ, ഞാൻ പറയാം. Nice place. Okay. ये लोग कुछ कर रहे हैं. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല സാറേ, ചുമ്മാ ഇരുന്നോ. ഇവിടെ പെണ്ണുങ്ങളെ കളിയാക്കുന്ന പരാതിക്കുള്ളത് ഒന്ന് വീട്ടിൽ പോയിരുന്നോളെ. സാറേ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുള്ളവരാ. പിന്നെ ഇവിടെ ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം അവിടെ വീട്ടിലിരുന്നാ കിട്ടില്ലല്ലോ. ഞാൻ ഉണ്ടാക്കി തരാടാ. നീ കൂടെ കള്ളടി കഞ്ചാവ് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒറ്റ ഇടത്തിനെ ഇവിടെ കാണുന്നത്. കണ്ടാ പിടിച്ച് അകത്തിട്ട് കേസെടുക്കും. മനസ്സിലാ? सब भाग गए. सीधी बात है ना. ഞാൻ ചെമ്മാച്ചനാ ഉപദേശിക്കാൻ. ഇമാരൊക്കെ പേടിപ്പിച്ച് നിർത്തിയില്ലേ, തലക്കേറി പോകും. പിള്ളേരല്ലേ സാറേ. ഈ വഴി കാണുന്നവന്മാരെയൊക്കെ ഓടിച്ചു വിടുന്നത്. ഈ കോടതി കേസൊന്നും മേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്. പോലീസിന് ഇടി മേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ 40,000 പോലീസുകാരെ കൊണ്ട് 3.5 കോടി ജനങ്ങളെ നിരക്കി നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വെറുതെ IPSC പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയോ, കാര്യമില്ല. വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഈ അസാധ്യങ്ങളെ സാധ്യത ദൈവത്തെ ഈ സാഹചര്യത്തിൽ നാം ആരാധിക്കാൻ പോകുന്നത് ബോധ്യമുണ്ടവൻ എത്ര പേരുണ്ട് ഇവിടെ. അസാധ്യമായിട്ട് ഏറ്റപ്പെടാൻ പോകുന്നത് ഇതിനകത്ത് സമയം ദൈവത്തിന് ശബ്ദം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാർ ഇച്ചിരി സമ്മാനം കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അതിനിടയിൽ അവൻ്റെ ഒരു സുവിശേഷം നമുക്ക് വല്ലതും പറയുമേ. ഇങ്ങോട്ടേക്കാണോ? സമയത്ത് പഠിപ്പിക്കും. ഞാൻ 18ാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയ ആ പ്രായമല്ലേ, കൈക്കൂലി വാങ്ങി ആകാശിന് കള്ളൊക്കെ കുടിച്ച് അതുകൊണ്ട് സകല പെണ്ണുങ്ങളുടെ വീട്ടിൽ കിടന്നു പാപമംഗലമായിട്ടുള്ള ജീവിതമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഞാൻ ഇതുപോലൊരു സുവിശേഷം കേൾക്കാനിടയായി. ദൈവത്തിന്റെ വെളിച്ചെതിലേക്ക് വന്നു. ഞാൻ യഹോവയുടെ വഴിയിലേക്ക് വന്നു. ഇങ്ങനെ വേണം ഉമ്മാരെ ഡീൽ ചെയ്യാൻ. പണിയാ. ആ പോലീസ് ജില്ലയിൽ നോക്കി അതിനടുത്ത് നിൽക്കുന്ന യോഹന്നാൻ അറിയോ? അദ്ദേഹം കിട്ടുന്നതെല്ലാം കൈക്കൂലി. ഞാൻ സലോമി ഇറങ്ങിയ പിന്നെ കർത്താവ് നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വിശ്വസിക്കത്തില്ല. സമയം ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടുകൊണ്ട് വരികയാണ് ഇവിടെ. എന്റെ വീടുകളിന്റെ സമയം, എന്റെ ശൂന്യത മാറാനുള്ള സമയം, പുറത്തു വരേണ്ട സമയം. लोकेशन बहुत मस्त मस्त है. കുഞ്ഞെ അവൻ ഇവിടെ ഇല്ല. കുഞ്ഞെ അടുത്ത ആഴ്ച അവളുടെ കല്യാണം. അതുപോലെ ഇപ്പൊ പണിയൊന്നുമില്ല. അങ്ങോട്ട് നിൽക്കി എന്റെ പുറകെ പോയിട്ട് വേണം. ഇനി അടുത്ത കേസുണ്ടാവും. മറുപടിയിൽ പോയി കയറും. എന്തായാലും പ്രശ്നം എന്റെ മകന്റെ കൂടെ അവിടുത്തെ കൊച്ചു പോയെന്നാ പറയുന്നവര്. അറിയോ പിള്ളേരെ? അറിയാം. ഇവിടുത്തെ അറക്കല്ലേ എന്താ മോന്റെ പേര്? അവൻ അവൻ കാര്യമോ അവൻ കൂട്ടുകാരൻ്റെ കൂടെ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫാ സാറേ. വിളിച്ച് കിട്ടുവാണെങ്കിൽ അവരുടെ കൂടെ പെൺകൊച്ചുണ്ടെങ്കിൽ രണ്ടുപേരുടെ സ്റ്റേഷൻ എഴുതാൻ വേണം. ലെവലിൽ കേസാവും. പറയാം സാറേ. നീ ആ പിള്ളേരോട് വന്ന് പ്രശ്നം ഉണ്ടാക്കി നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷൻ വന്നിട്ട് പരാതി തന്നാൽ മതി കേട്ടോ. ओके. कैसा पूरे दिन घूम घूम के हर जगह पे
Answering over. Oh. Okay. Clear ആണ്, പോയി നോക്കിയിട്ട് അറിയിക്കാം. तो पूरा बता रहे हैं ना कैसे काम करते हैं, क्या होता है. The woman's missing case. അവനെ കിട്ടിയോ? അവനവന്റെ വീട്ടിലൊന്നുണ്ട്. അതിനെ അത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ അങ്ങോട്ട് പോലീസും കയറി വന്നു. പോലീസോ? അപ്പൊ നാട്ടുകാരെ മൊത്തം അറിയിച്ചു? എനിക്കറിയാം അവരങ്ങോട്ട് കയറി വരുന്നു. എടാ, നിന്നെ ഒന്ന് വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെയാണ്? നിന്നെയൊക്കെ തപ്പി പോലീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നോണം. ഞാൻ പറയുന്നത് ഒറ്റ ഒരെണ്ണം വെളിയിൽ ഇറങ്ങി പോരുത്. പോയിരിക്കടാ. വന്നോളൂ. కొంచెం അതന്വേഷിക്കാൻ വന്ന ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അവിടെ അകത്തുണ്ട്. എന്നാ കൊച്ചിനെ ഒന്ന് വിളിക്കാം. സാറേ ഇപ്പൊ വിളിക്കണോ? ഇവിടെ ഞങ്ങളെല്ലാരും കുറച്ച് തിരക്കില്ല. ചേച്ചി കൺട്രോളിൽ നിന്ന് കോള് വന്നിട്ടാണ് ഞങ്ങൾ വന്നത്. ആളെ ഒന്ന് വിളിക്കുവായിരുന്നെങ്കിൽ കണ്ട് വെരിഫൈ ചെയ്തൊന്ന് തിരിച്ചു വിളിച്ച് പറയായിരുന്നു. അതിന് നിങ്ങളെ കാണിക്കുന്ന എന്തെങ്കിലും നിയമമുണ്ടോ? ആ കൊച്ചിവിടെ പിന്നെ എന്തിനാ ഇവനൊക്കെ കൂടുന്ന അവീനെന്ന് പറയുന്ന പയ്യന്റെ വീട്ടിൽ പോയി വളം ഉണ്ടാക്കിയത്? സാറിന് അവിടെ നിന്ന് പരാതി കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അത് അന്വേഷിച്ചാൽ മതി. പരാതി ഉണ്ടെങ്കിൽ നിന്നെ അറിയിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. മര്യാദ കൊച്ചിനെ വിളിച്ചു അതിനെ കണ്ട് ഞങ്ങൾ പോകുന്നു. തന്റെ ഈ ഷോയ്ക്ക് വല്ല കോളനിയിൽ നല്ല അന്തസ്സുള്ള തറവാ. ഇവിടെക്കാരൻ നിരക്കാൻ നിൽക്കല്ലേ? കോളനി അന്തസ്സുള്ള തറവാട് പോലീസിന് അറിയാമോ? അങ്ങനെ ഉണ്ടാകണ്ട. മിസ്റ്റർ മാത്യു, അദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്. എവിടെയുണ്ടോ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. അദ്ദേഹം വന്നിട്ട് കുട്ടി തിരിച്ചു വന്നു എഴുതി തന്നാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ പോലീസുകാരെ വിളിച്ച് പറയാൻ പോയത്? നാട്ടുകാർ മൊത്തം അറിയട്ടെ മോള് പോലെ ഒരു കോളനിക്കാരന്റെ കൂടെയാണ്. ദേ മര്യാദയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞോളാം അവിടെ ഉണ്ടെന്ന്. നീ ഒന്ന് വേഗം വന്നേ. അവള് പോയിക്കണതേ ആ കോളനിയിൽ ഒരു പുതു ക്രിസ്ത്യാനിയുടെ കൂടെയാ. ജോമോ വിചാരിച്ചത് മാനേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പോലീസുകാർ മുറ്റത്ത് വന്നിട്ടുണ്ട്. നീ ഒന്ന് വേഗം വാ. उन लोग का रेप्यूटेशन के वजह से ये हो रहा है। ये कुछ तो करेगा कांड. Okay, तो ये स्टार्ट है. रॉन्ट मींस पेट्रोलिंग. बट अगर देखा जाए ना वो कितना सुबह से लेके रात तक कुछ ना कुछ मतलब हर जगह घूम रहे. तो इसी वजह बेसिकली आप पुलिस ऑफिसर कैसे करते हैं. दिस इज हाउ पेट्रोलिंग इज डन. राइट. प्रॉपर हर जगह कहीं कोई खड़ा है तो चेक करते हैं, क्या करते हैं, हर एक चीज. और कुछ कंप्लेंट कहीं पे भीड़ खड़ी थी तो गए, मालूम पड़ा वहाँ पे ये लोग धमकाने आए थे. फिर गर्ल मिसिंग केस. आई थिंक सो गर्ल मिसिंग केस ही बड़ा बनेगा आगे जाके कुछ तो. क्योंकि अभी वो बंदी को मतलब उनकी मम्मा को वही चाहिए रेप्यूटेशन एंड ऑल. किसी के ऑफिशियल कंप्लेंट नहीं दे रहे वो लोग. ऑफिशियल कंप्लेंट नहीं दे रहे वही. तो वही देखने के आगे क्या होगा. लेट्स वेट फॉर मोर सीन्स गाइस. मीनवाइल टेक केयर. बाय बाय.